ബീഹാർ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവകാശവാദമായിട്ട് കോൺഗ്രസും ഉണ്ട്, ബി ജെ പി ഉണ്ട്. എന്തായിരിക്കും ബീഹാറിൽ സംഭവിക്കുക? ബീഹാർ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ബീഹാറിൻ്റെ റിസൾട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്താണ് കഴിഞ്ഞ തവണത്തെ സ്ഥിതിയെന്ന് പരിശോധിച്ചാൽ രണ്ട് മുന്നണികളും തമ്മിൽ കാര്യമായ വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. കുറച്ച് വോട്ടിൽ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് എൻ ഡി എക്ക് അവിടെ ഭരണം ലഭിക്കുകയും എൻ ഡി എ തുടർഭരണത്തിൽ പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് ശക്തി വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അവർ വർദ്ധിത വീര്യത്തോടു കൂടി തന്നെയാണ് മത്സരത്തിന് ഇറങ്ങിയത്. ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് യഥാർത്ഥത്തിൽ പിന്നണിയിലേക്ക് മാറി, മുന്നണിയിലില്ല അദ്ദേഹം. മുന്നിൽ നിന്ന് നയിക്കുന്നതിന് പകരമായിട്ട് തേജസ്വിയെ മുന്നിൽ നിർത്തി ഇദ്ദേഹം പിന്നിൽ നിന്ന് തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോയിരിക്കുക. ഇപ്പോൾ എങ്ങനെയും ബി ജെ പിയെ തോൽപ്പിക്കുക എന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. ഒന്ന്. രണ്ട്, അതിശക്തമായിട്ടുള്ള ഒരു ശത്രുതയുടെ പ്രശ്നം കൂടി അതിനകത്തുണ്ട്. ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയാനാണ് ബി ജെ പി തീരുമാനിച്ചത്. അദ്ദേഹത്തെ ഇക്കാലം വരെ ജയിലിനകത്ത് ഇട്ട് ശരിപ്പെടുത്തി. കാരണം വൻ അഴിമതിയായ കുംഭകോണം ഇതൊക്കെയാണ് വിഷയങ്ങളായിരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സംഭവിച്ച എല്ലാ ദുരന്തത്തിനും ഉത്തരവാദി ബി ജെ പി ആണെന്ന നിലയ്ക്ക് ബി ജെ പിയെ തകർക്കലാണ് അവർ ലക്ഷ്യം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെറ്റ് ബാക്ക് അവർക്കുള്ളത്, ഈ ബി ജെ പിയുടെ എതിരാളിയായിട്ട് വരുന്ന ശക്തികൾ അവർ വെറുതെ ഒരു കുടുംബ പാർട്ടിയാണ് എന്ന വ്യാഖ്യാനത്തിന് വിധേയമാണ്. ലാലുവിൻ്റെ കുടുംബമാണുള്ളത്, അതല്ലാണ്ട് നിങ്ങൾക്കെന്ത് രാഷ്ട്രീയം എന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ സമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. അതാണ് അവരുടെ ഒരു തിരിച്ചടിക്കുള്ള ഒരു വിഷയമായിട്ട് നിൽക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ശക്തമായിട്ടുള്ളൊരു തിരിച്ച് വരവിന് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് മുന്നണിക്ക് കഴിയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ കോൺഗ്രസ് തന്നെയാണ് അതിനകത്ത് ദുർബലം. ആർ ജെ ഡി ശക്തമായിട്ട് വരുന്ന സമയത്ത് അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾ പഴയ കാലത്തേതുപോലെ ശക്തിപ്പെട്ട് വരുന്നൊരു സ്ഥിതി അവിടെയുണ്ട്. ബീഹാറിൽ സി പി ഐ വളരെ ശക്തിയുള്ള ഒരു പാർട്ടിയായിരുന്നു പണ്ട്. അതെല്ലാം പൊളിഞ്ഞ് പാളീസായി. പിന്നീട് നക്സലൈറ്റുകൾ ശക്തി പ്രാപിച്ചു. ഇപ്പോൾ സി പി ഐ എമ്മിലാണ് അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ മുന്നണി ശക്തിപ്പെടുത്തി നിൽക്കുന്നത്. അതിന് കൂടെ സി പി ഐയും സി പി എം നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഇടതുപക്ഷ സഖ്യത്തിന് അവിടെ നല്ല രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർ വ്യക്തമാക്കുകയാണ്. കോൺഗ്രസ്സാണ് പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകാതെ പരാജയപ്പെട്ടു പോയത്. ഈ വർഷം കോൺഗ്രസിന് ആ നില മെച്ചപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകാം. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് ഈ അവിടെ ജാതിയാണല്ലോ പ്രധാനപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന ശക്തി എന്ന് പറഞ്ഞ ജാതിയാണ്. അപ്പോൾ അവിടെ ഈ പസ്വാൻ്റെ കുടുംബം അവരതിൻ്റെ അകത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. കഴിഞ്ഞവണ വളരെ കൃത്യമായിട്ട് തന്നെ അതിനകത്ത് ഇടപെട്ട എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥിയൊക്കെ നിർത്തി. കുറേ സ്ഥലത്ത് ഈ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ ദുർബലപ്പെടുത്തിയതും ഇല്ലാതാക്കിയതും യഥാർത്ഥത്തിൽ പസ്വാൻ സംഘമാണ്. അവരുടെ ഇന്ന് ഈ തവണത്തെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പ്രശാന്ത് ഭൂഷൺ അവിടെ ഒരു ശക്തിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് പുതിയ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഈ തേജസ്വി യാദവ് ഇപ്പോൾ തന്നെ പറഞ്ഞു ഞാനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പോകുന്നു. ഈ കോൺഗ്രസ്സിന് പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ കക്ഷികളുടെയൊക്കെ വാലായിട്ട് നടക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഇപ്പം ബീഹാറിൽ വലിയൊരു പ്രകമ്പനം സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ചില പ്രയത്നങ്ങളൊക്കെ നടത്തി. പക്ഷേ അത് വേണ്ട രീതിയിൽ ഏറ്റില്ല. പക്ഷേ തേജസ്വി യാദവ് അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ് എന്നൊക്കെ പറയുന്ന ആ നേതാക്കൾക്ക് ആ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം അതൊന്നും കോൺഗ്രസ്സിന് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പുറത്ത് നിതീഷ് കുമാറുമായിട്ട് ചേർന്നിട്ട് ബി ജെ പി നടത്തുന്ന ചില മുന്നേറ്റങ്ങൾ, അപ്പം നിതീഷിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാട്ടിയിട്ടായിരിക്കും ബി ജെ പി ചിലപ്പോൾ മത്സരിക്കുക. അല്ലാതെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി വേണമെന്ന് പറയില്ല. കാരണം ബി ജെ പിയുടെ തന്ത്രം എല്ലായ്പ്പോഴും അങ്ങനെയാണ്. കാരണം അസോസിയേറ്റ് ചെയ്ത് മത്സരിക്കേണ്ടിടത്തൊക്കെ അങ്ങനെ ചെയ്തേ മത്സരിക്കുള്ളൂ. അപ്പം ഒരു ഘടകകക്ഷിയായിട്ട് നിന്നിട്ട് കൂടെയുള്ള പാർട്ടിയെ പ്രൊജക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് അവർ നടന്നു കയറുന്നു. ആ ഒരു തന്ത്രം കൃത്യമായിട്ട് ഈ തേജസ്വി യാദവും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി ഒരിക്കൽ കൂടി ബി ജെ പിക്ക് അവിടെ വളർന്നു വരാനുള്ള അവസരം ഒരുക്കരുതെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട്. കാരണം അച്ഛനിൽ നിന്നുള്ള കുടുംബത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ വെച്ചിട്ടായിരിക്കും. അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ബി ജെ പി അതിനെ എങ്ങനെ പ്രതിരോധിക്കും? അല്ല, ബി ജെ പിക്ക് ആത്യന്തികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചേ പറ്റൂ. ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ അവർ തയ്യാറില്ല. ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അത് പിന്നീട് കേന്ദ്രത്തിൽ അവരുടെ അധികാരത്തെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് വളരും.
കാരണം ഏത് സമയത്തും അങ്ങനെയാണ് കേന്ദ്രത്തിലിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് തകർന്നു വീഴുന്നത്. എവിടെയെങ്കിലും തുടങ്ങും, ബീഹാറിൽ തുടങ്ങും എന്നുള്ളതാണ് അവരുടെ പേടി. കാരണം എന്ന് വെച്ചാൽ അവർ മഹാരാഷ്ട്രയിലും ബീഹാറിലും ഏതാണ്ട് ഒരേ ടാക്ടിക്സ് തന്നെയാണ് ഉപയോഗിച്ചത്. മഹാരാഷ്ട്രയിൽ വളരെ കൃത്യമായിട്ട് താക്കറെ സംഘത്തെ പൊളിച്ച് അതിൻ്റെ മുകളിൽ കയറി ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ആധിപത്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ കയ്യിലാണ്. ഇതേപോലെ ബീഹാറിലും നിതീഷ് കുമാറിനൊപ്പം നിർത്തി. നിതീഷ് കുമാർ ദുർബലമാണ്, വയസ്സനാണ്, ശരി. ഏത് സമയത്ത് വേണമെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യാം, വേർപിരിഞ്ഞു പോകാവുന്നതാണ്. അതായത് ഭൗതികമായിട്ടും അല്ലാതെയും ഒക്കെ തന്നെ. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ദൗർബല്യങ്ങളുണ്ട്. അപ്പോൾ ഈ മുന്നിൽ നിർത്തുന്നത് തിരഞ്ഞെടുപ്പ് പിടിക്കുക, തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പറ്റും. തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ബീഹാറിൽ കുറച്ചു കാലത്തേക്ക് ചിലപ്പോൾ നിതീഷിനെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ അനുവദിക്കുകയും പിന്നീട് ആ ഗ്യാപ്പിലേക്ക് ബി ജെ പി പതുക്കെ കയറുകയും ബീഹാർ അങ്ങനെ ബി ജെ പിയുടെ കയ്യിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ടാക്ടിക്സാണ് അവരിപ്പോൾ അവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സാധ്യതയാണ് കൂടുതലും. കാരണം നിതീഷ് കുമാറിനെ ഒഴിവാക്കി കിട്ടും, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ മാറ്റി നിർത്തുന്ന തരത്തിൽ പ്രവർത്തിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അവർക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിക്കാവുന്ന ശേഷി ബീഹാറിലില്ല. അതാണ് പ്രശ്നം. അപ്പം നിതീഷ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും തോന്നാം നിതീഷിനെ അവഗണിച്ചു എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഇനി ജയിച്ചാൽ തന്നെ നിതീഷ് തന്നെയായിരിക്കും അവരുടെ മുഖ്യമന്ത്രി. അത് അവരെങ്ങനെയാണ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബി ജെ പിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ബീഹാർ പിടിക്കുക എന്നുള്ളതാണ്. അത് പിടിച്ചാൽ മാത്രമാണ് കേന്ദ്ര ഭരണകൂടത്തെ പോലും നിലനിർത്തുന്ന തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാനായിട്ട് കഴിയും. ഈ നിതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ബി ജെ പിക്ക് വലിയ എതിർപ്പുളവാക്കുന്ന, അല്ലെങ്കിൽ ബി ജെ പിയോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു നേതാവായിരുന്നു. പക്ഷേ പിന്നീട് ബി ജെ പി ഇവരുമായിട്ട് കൂട്ടുചേരുകയും ബി ജെ പിയുടെ നേതാവായിട്ട്, അല്ലെങ്കിൽ ആ അലയൻസിൻ്റെ നേതാവായിട്ട് മാറുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ ഈ നിതീഷ് കുമാറിനെ പിടിച്ചു നിർത്തുന്നത് ഈ തവണത്തെ ഈ ഇലക്ഷനോടുകൂടി പിന്നെ ഇയാൾ മത്സരിക്കില്ല, അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരില്ല എന്നൊക്കെയാണ് കഴിഞ്ഞ തവണ അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ വളരെ കൃത്യമായിട്ട് ഞാൻ ഇപ്പോഴും അതിന് യോഗ്യനാണ്, ഞാൻ വളരെ എനർജറ്റിക് ആണ് എന്ന് നിതീഷ് കുമാർ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടി വന്നാൽ ഈ നിതീഷ് കുമാറിനുള്ള ഒരു സ്ഥാനം അട്ടിമറിച്ച് ബി ജെ പി തന്നെ കയറുമോ? അല്ലെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ എനിക്ക് തോന്നുന്നു ബി ജെ പിയും അതുപോലെ പസ്വാൻ അവരുടെ രാഷ്ട്രീയ സംഘമൊക്കെ ആയിട്ട് രഹസ്യ ഉടമ്പടികളുണ്ടായിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിതീഷ് കുമാറിൻ്റെ അയാൾ മത്സരിച്ച എല്ലാ സീറ്റുകളിലും പസ്വാൻ അദ്ദേഹത്തിൻ്റെ അണികളെ നിർത്തി മത്സരിപ്പിച്ചു. കുറേയധികം സീറ്റ് പോയി ഞങ്ങളുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ നിതീഷ് കുമാറിനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ ബി ജെ പി കൃത്യമായിട്ട് അവരുടെ ഒരു അടവ് നയം നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലവും എങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ പോകുമെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും തർക്കത്തിലാണ്. പസ്വാനെങ്ങും എത്തിയിട്ടില്ല. പസ്വാൻ ആരുടെ കൂടെ കൂടും എന്നുള്ളത് ഉറപ്പില്ല. പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയുമായിട്ടുള്ള സഖ്യത്തിന് ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്നാണ് പൊതുപ്രസ്താവനയിൽ ഇയാൾ നടത്തിയിരിക്കുന്നത്. അത് വെറുതെ പറഞ്ഞായിരിക്കാം. ഇതൊക്കെ വെറും എന്താണ്, ഒരു ബാർഗെയിനിങ് പൊളിറ്റിക്സ് ആണല്ലോ. ഞാൻ അവരുടെ കൂടെ കൂടും, മറ്റവരുടെ കൂടെ കൂടും, നീ എനിക്ക് ആവശ്യമുള്ള തരും. ഏതാണ്ട് ഒരുപാട് സീറ്റ് ബി ജെ പിയോട് ചോദിച്ചതിൻ്റെ പേരിലാണ് ബി ജെ പി അവരെ അംഗീകരിക്കാതെ നിൽക്കുന്നത്. 25 സീറ്റ് വരെയും കൊടുക്കാനായിട്ട് ബി ജെ പി തയ്യാറാണ്. അതിൽ പോലും ഈ പസ്വാൻ രാഷ്ട്രീയം അടങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ജാതി വളരെ നിർണായകമായിട്ടുള്ള ഘടകമാണ്. അത് എങ്ങനെയാണ് വർക്കബിൾ ആവുക, അത് നോക്കിയിട്ട് മാത്രമേ നമുക്കവരുടെ വിജയം നിശ്ചയിക്കാനായിട്ട് കഴിയുള്ളൂ. ഉവൈസി എന്ന് പറയുന്ന മുസ്ലിം നേതാവ്, അയാൾ യഥാർത്ഥത്തിൽ തേജസ്വിക്ക് വലിയ പാരപണ കയ്യിൽ, പ്രതിപക്ഷത്തിന് വലിയ പാരപണി. അയാൾ കുറേ സ്ഥാനാർത്ഥികൾ പല സ്ഥലത്തൊക്കെ നിർത്തി ബി ജെ പിക്ക് എതിരായി ചെയ്യുന്നതായിട്ടുള്ള വോട്ടുകളൊക്കെ കുറേ അയാൾ കൊണ്ടുപോയി. അതോടുകൂടിയാണ് തേജസ്വി യാദവിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ കൊല്ലവും അയാൾ നിൽക്കുന്നുണ്ട് കുന്തമൊക്കെ പിടിച്ച്. അപ്പോൾ അയാൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ സംഭവിക്കുന്നത് അയാൾക്ക് കുറച്ച് സീറ്റ്, ചിലപ്പോൾ 4-5 സീറ്റ് തന്നെ കിട്ടുകയുള്ളായിരിക്കും. കഴിഞ്ഞ തവണ 6 സീറ്റാണ് കിട്ടിയതാണ്. അത് കുറേ കഴിഞ്ഞപ്പോൾ 4 പേര് പോയി തേജസ്വി യാദവിൻ്റെ കൂട്ടി ചേർന്നു. 4 പേര്. അത്രയ്ക്കേ ഉള്ളൂ ഈ ഒവൈസി എന്നൊക്കെ പറയുന്ന കക്ഷി. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏത് തരത്തിലും അപകടമുണ്ടാക്കാനായിട്ടുള്ള ശക്തിയുള്ളവരാണ് ഇവരൊക്കെ. നമ്മളീ സംസാരിച്ച മുഴുവൻ കക്ഷികളും അങ്ങനെയാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ ചേക്കേറും എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാക്കപ്പെടുകയുള്ളൂ. അതങ്ങനെ വ്യക്തമാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ രാഷ്ട്രീയത്തെ കൃത്യമായിട്ടുള്ള അനലൈസ് ചെയ്യാൻ പറ്റും. ആരുടെ കൂടെ നിൽക്കുന്നു എന്ന് വെളിവാക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് എന്നും
അതിൻ്റെ ഫലം എന്നും നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നവരെ ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.